ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെതിരെ ബി.ജെ.പി. രംഗത്ത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമവിരുദ്ധമായി വോട്ടർമാരെ സ്വാധീനിച്ചു എന്നാരോപിച്ച് ബി.ജെ.പി. സ്ഥാനാർത്ഥി ഇപ്പോൾ ഡൽഹി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. കിഴക്കൻ കെത്വായ് നഗറിൽ നിന്നാണ് അദ്ദേഹം കേജ്രിവാൾ നിയമവിരുദ്ധമായി വോട്ടർമാരെ സ്വാധീനിച്ചു എന്നാരോപിച്ച് രംഗത്ത് വന്നത്. പ്രദേശത്തെ RWAക്കൾ കസേരകൾ വിതരണം ചെയ്തുകൊണ്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നാരോപിച്ച് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ പർവേഷ് വർമ്മയാണ് രംഗത്തെത്തിയത്. വർമ്മയുടെ തിരഞ്ഞെടുപ്പ് വ്യക്തമായ സന്ദീപ് സിംഗ് സമർപ്പിച്ച പരാതിയിൽ ഭരണകക്ഷി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നിയമവിരുദ്ധമായി കസേരകൾ വിതരണം ചെയ്തു എന്ന് ആരോപിക്കുന്നുണ്ട്. പർവേഷ് വർമ്മയുടെ ഓഫീസ് ഈ പ്രവൃത്തിയെ നിയമത്തോടും അതുപോലെ തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടത്തോടും നഗ്നമായ അവഗണന എന്നതാണ് വിശേഷിപ്പിച്ചത്. വോട്ടർമാർക്ക് ഭൗതിക വസ്തുക്കൾ നൽകാൻ പാർട്ടി പ്രവർത്തകരെ ഉപയോഗിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത, അഴിമതി നിരോധന നിയമം, MCC എന്നിവയുടെ നേരിട്ടുള്ള ലംഘനമാണ്. വോട്ടർമാരെ സ്വാധീനിക്കാൻ AAP നേതൃത്വം എങ്ങനെ അനീതിപരമായ രീതികൾ അവലംബിക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണിതെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് പുറത്തിറക്കിയ പരാതിയിൽ പറയുന്നു. അഴിമതി പ്രവർത്തികൾ നിയമവിരുദ്ധമായി സ്വീകരിച്ചതിനും വോട്ടർമാരെ സ്വാധീനിക്കാൻ കൈക്കൂലി നൽകിയതിനും അരവിന്ദ് കെജ്രിവാളിനും അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർക്കുമെതിരെ പരാതി നൽകിയിട്ടുണ്ട്. MCCയുടെ പരസ്യ ലംഘനത്തിന് ഭാരതീയ ന്യായ സംഹിത, RP നിയമത്തിലെയും മറ്റ് നിയമങ്ങളിലെയും പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുന്നുവെന്നും അതിൽ പറയുന്നു. BJP നേതാവ് ഈ പ്രവൃത്തിയുടെ വീഡിയോ ദൃശ്യങ്ങളും സമർപ്പിച്ചിട്ടുണ്ട്. ഒരു ട്രോളിയിൽ ധാരാളം കസേരകൾ ചുമന്നുകൊണ്ടുപോയ AAP പ്രവർത്തകരെ വീഡിയോയിൽ കാണാൻ സാധിക്കും. അവ വിതരണം ചെയ്യാൻ അരവിന്ദ് കെജ്രിവാൾ തന്നെ അയച്ചതാണ് എന്ന് ഇവർ സമ്മതിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം നൽകിയിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ വ്യക്തമായ തെളിവാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. AAP നേതാവിനും ഉൾപ്പെടെ പ്രവർത്തകർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്യുമെന്നും ആരോപണ വിധേയമായ കുറ്റകൃത്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും പർവേഷ് വർമ്മ പരാതിയിൽ ആവശ്യപ്പെട്ടു. കൂടാതെ ജനാധിപത്യത്തിൽ ഇത്തരം അഴിമതി നടപടികൾ അനുവദിക്കാൻ പാടില്ല എന്നും പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം അരവിന്ദ് കെജ്രിവാൾ ദളിത് വിരുദ്ധനാണ് എന്ന് കോൺഗ്രസ് നേതാവായ ഉദിത് രാജ് ആരോപണമുന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. ക്ഷേത്രത്തിലെയും ഗുരുദ്വാരകളിലെയും പുരോഹിതന്മാർക്കായി ആം ആദ്മി പാർട്ടി ധനസഹായ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ വാൽമീകി രവിദാസ് ക്ഷേത്രങ്ങളിലെ പൂജാരിമാരെ ഒഴിവാക്കിയെന്ന് ഉദിത് രാജ് ആരോപിച്ചു. ഈ പദ്ധതിയിൽ തങ്ങൾക്ക് ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് വാൽമീകി രവിദാസ് ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ പ്രക്ഷോഭം ആരംഭിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഡിസംബർ 30-ന് കേജ്രിവാൾ ആം ആദ്മി പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയാൽ ക്ഷേത്രങ്ങളിലെയും ഗുരുദ്വാരയിലെയും പൂജാരിമാർക്ക് മാസം 18,000 രൂപ ധനസഹായം ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ തന്നെ ഒരു ദളിത് ഉപമുഖ്യമന്ത്രിയാവുമെന്ന് വാഗ്ദാനവും ചെയ്തിരുന്നു. എന്നാൽ ഈ വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ല. ആം ആദ്മി പാർട്ടിക്ക് രാജ്യസഭയിൽ 11 MPമാരാണുള്ളത്. ദളിത് OBC വിഭാഗങ്ങളിൽ നിന്ന് ഒരാൾ പോലും ഈ MPമാരുടെ കൂട്ടത്തിൽ ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതേസമയം ഫെബ്രുവരി 5-ന് ഒറ്റഘട്ടമായി നടക്കേണ്ട ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് 2 ആഴ്ചയ്ക്ക് മാത്രം ബാക്കി നിൽക്കെയാണ് അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ പ്രതിരോധത്തിലാകുന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.